നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അധികം വൈകാതെ നിങ്ങൾ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുകയാണെന്ന് ഒന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ വാഹനത്തിന്, അത് ടൂ വീലർ ആകട്ടെ അല്ലെങ്കിൽ ഫോർ വീലർ ആകട്ടെ, ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇനി മുതൽ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു തുള്ളി പെട്രോളോ ഡീസലോ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊരു വാർത്ത വന്നു എന്നിരിക്കട്ടെ. പെട്രോൾ പമ്പിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് ഇരിക്കുകയാണ്, നോ ഇൻഷുറൻസ് നോ പെട്രോൾ. ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത വാഹനങ്ങൾ ഓടിച്ച് റോഡിലൂടെ തലങ്ങും വിലങ്ങും ചീറിപ്പായെന്ന മച്ചാന്മാരോട് ഒരു കാര്യം പറയാം. ആ കാലം ഏതാണ്ടൊക്കെ കഴിയാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിക്ക് പെട്രോൾ തരില്ല എന്ന് അങ്ങനെ ഒരു വാർത്ത വൈകാതെ പുറത്തു വരുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല, അതങ്ങനെ ശരിയാണ് എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. സംഗതി ഒരുപക്ഷെ വാസ്തവമാകാൻ സാധ്യതയുണ്ട്. 2026 ഓഗസ്റ്റിൽ ഭാരതത്തിലെ സുപ്രീം കോടതി നമ്മുടെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് നിയമങ്ങളിൽ വലിയ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഈ വിഷയം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ പദ്ധതി ഗൗരവമായ ആലോചനയിലാണ്. ഇതുവരെ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ അനുസരിച്ച് മാത്രമേ അന്തിമ തീരുമാനം വരികയുള്ളൂ. അപ്പോൾ വാഹനമുള്ളവരും ഇനി പുതിയ വാഹനം വാങ്ങാൻ പോകുന്നവരും ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ ഒന്ന് കാണണം. ഇന്ത്യയിലെ നിരത്തുകളിൽ ഓടുന്ന 56% വാഹനങ്ങൾക്കും, അതായത് പകുതിയിലധികം വാഹനങ്ങൾക്കും യാതൊരുവിധ ഇൻഷുറൻസും ഇല്ല എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. ഇത് കാരണം വാഹന അപകടങ്ങളിൽപ്പെടുന്ന സാധാരണക്കാർക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനാണ് കോടതി ഇപ്പോൾ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും 4 മാറ്റങ്ങളാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാറ്റം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവരെ ബാധിക്കുന്നതാണ്. ഇനി മുതൽ നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ അതിന് 4 വർഷത്തെ നിർബന്ധിത തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരുമിച്ചെടുത്തിരിക്കണം. പഴയ നിയമത്തിൽ ഇത് 3 വർഷമായിരുന്നു. അതുപോലെ പുതിയ ഇരുചക്ര വാഹനങ്ങൾ, അതായത് ബൈക്കോ സ്കൂട്ടറോ വാങ്ങുകയാണെങ്കിൽ ഇനി മുതൽ 6 വർഷത്തെ ഇൻഷുറൻസ് നിർബന്ധമാക്കും. മുൻപ് ഇത് 5 വർഷമായിരുന്നു. വണ്ടികൾ നിരത്തിലിറങ്ങിയ ആദ്യത്തെ കുറച്ചു കാലമെങ്കിലും ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ. രണ്ടാമത്തെ മാറ്റമാണ് ഏറ്റവും വലുത്. നോ ഇൻഷുറൻസ് നോ ഫ്യൂവൽ. അതായത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ധനമില്ല എന്നൊരു പൈലറ്റ് പ്രോജക്റ്റ് രാജ്യത്ത് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൂടെ എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇത് പ്രാവർത്തികമായാൽ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ ചെല്ലുമ്പോൾ വണ്ടിയുടെ നമ്പർ ക്യാമറകൾ സ്കാൻ ചെയ്യുന്നു. നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുക്കുന്നത് വരെ പമ്പുകാർ നിങ്ങൾക്ക് ഒരു തുള്ളി ഇന്ധനം തരുന്നില്ല. ഇതും വൈകാതെ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയ തീരുമാനം തന്നെയാണ്. പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ മാറ്റം പരിശോധനകളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിലൊക്കെ AI ക്യാമറകൾ വന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ രാജ്യത്തെ ഹൈവേകളിലും നഗരങ്ങളിലുമുള്ള ഓട്ടോമാറ്റിക് ക്യാമറകളെ കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് ഡാറ്റാ ബേസുമായി ബന്ധിപ്പിച്ചാൽ ഇതിലൂടെ ഇൻഷുറൻസ് ഇല്ലാതെ പോകുന്ന വണ്ടികളെ ക്യാമറകൾ തനിയെ കണ്ടുപിടിക്കുകയും ഉടമയുടെ ഫോണിലേക്ക് ചൊല്ലാൻ അഥവാ ഫൈൻ മെസ്സേജ് വരികയും ചെയ്യും. കൂടാതെ ട്രാഫിക് പോലീസിന്റെ കയ്യിൽ വണ്ടിയുടെ നമ്പർ അടിച്ചാൽ അപ്പോൾ തന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്നറിയാനുള്ള മൊബൈൽ ആപ്പുകളും വരും. നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമ സെക്ഷൻ 196 പ്രകാരം ആദ്യത്തെ തവണ 2000 രൂപയോ അല്ലെങ്കിൽ 3 മാസം ജയിൽ ശിക്ഷയോ ആണ് ലഭിക്കുക. എന്നാൽ നിയമം കൂടുതൽ കർശനമാക്കാൻ പോവുകയാണ്. പുതിയ ഭേദഗതികൾ വരുന്നതോടെ ഇൻഷുറൻസ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ വണ്ടിയുടെ വാർഷിക ഇൻഷുറൻസ് തുകയുടെ 3 ഇരട്ടിയോ അല്ലെങ്കിൽ 5000 രൂപയോ ഒക്കെ പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം. കുറ്റം ആവർത്തിച്ചാൽ അതിന്റെ തുക വലുതായിക്കൊണ്ടേയിരിക്കും. സാധാരണക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് എളുപ്പമാക്കാൻ കോടതി പുതിയൊരു 4 ലെയർ പോളിസി കൊണ്ടുവരാൻ ഇടയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഫോം നൽകേണ്ടി വരും. അതിൽ നിയമപ്രകാരം നിർബന്ധമുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഏതാണെന്നും നമ്മൾ പണം കൊടുത്ത് അധികമായി വാങ്ങേണ്ട പരിരക്ഷകൾ, ഉദാഹരണത്തിന് വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ കിട്ടുന്ന ഓൺ ഡാമേജ് കവർ എന്തൊക്കെയാണെന്നും വളരെ ലളിതമായി വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കണം. അതൊരു നല്ല തീരുമാനമല്ലേ? നിങ്ങൾ എന്തു പറയുന്നു? ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഒരു സുപ്രധാന നിർദ്ദേശമാണ്. ഇത് എപ്പോൾ എങ്ങനെ രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പോലെയിരിക്കും. ചുരുക്കത്തിൽ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാതെ ഇനി റോഡിൽ ഇറങ്ങാം എന്ന് ആരും വിചാരിക്കേണ്ട. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആ നഷ്ടപരിഹാര തുക മുഴുവനും നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് പുതുക്കുക. ഈ സുപ്രധാന വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ടൈം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കുക. മറ്റൊരു വിഷയവുമായി നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.